السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ربنا أرنا الذين أضلنا من الجن والإنس نجعلهما تحت أقدامنا. صدق الله العلي العظيم. وقال نبينا وحبيبنا محمد المصطفى صلى الله عليه وسلم: أدبوا أولادكم ثلاث خصال: حب نبيكم وحب أهل بيته وتلاوة القرآن. صدق النبي صلى الله عليه وسلم: لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ألف الألف نظاما مدح على العاليان أول السطور بسم الله بدء الخالق. لا إله وركز الليل لا إله إلا الله لا إله إلا الله محمد رسول الله. بالغ المدح في أوصافه فما بلغ بالغ معشار ما أوتي بما في البال بال. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ ഈ മഹല്ലത്തിൻ്റെ ഖത്തീബും പ്രഗത്ഭ പണ്ഡിതനും കൂടിയായ എൻ്റെ സുഹൃത്തും കൂടിയായ ബഹുമാനപ്പെട്ട ഹാഫിൾ അഷ്കർ മാഹിർ ഉസ്താദ് അവറുകളെ, അതുപോലെ തന്നെ ഈ നാട്ടിലെ നല്ലവരായ ദീന സ്നേഹികളെ,
അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടി അവന് പൊരുത്തപ്പെട്ട അമലായി നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. ഇതുപോലെ അവൻ്റെ ജന്നാത്തുൻ നഈമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു സദസ്സിലിരിക്കുന്ന പലർക്കും ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. എല്ലാറ്റിനും ഒരു പരിഹാരം ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഈ സ്ഥലത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നീക്കി തരുമാറാവട്ടെ. ഒരുപാട് രോഗികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ട്. എല്ലാവർക്കും അല്ലാഹു പൂർണ്ണമായ ശിഫാ അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ഒരു റമളാൻ മാസത്തിൽ പരിശുദ്ധമായ ഇൽമിൻ്റെ മജ്ലിസിൽ ഒരാൾ പങ്കെടുത്താൽ എന്തൊക്കെ സവാബ് ഒരാൾക്ക് ലഭിക്കുമോ അതെല്ലാം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാനം നമ്മളൊക്കെ ആഖിബത്ത് നന്നായിക്കൊണ്ട് മരിക്കാൻ ഈ ഒരു സദസ്സിൻ്റെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, ഈ നാട്ടിലേക്ക് വന്നപ്പോൾ തന്നെ വളരെയധികം സന്തോഷമായി. കാരണം നല്ല വിശാലമായ ഒരു പള്ളി മാത്രമല്ല, നിസ്കാരത്തിനൊക്കെ ഒരുപാട് ആളുകൾ. അൽഹംദുലില്ലാഹ്, വലിയൊരു സന്തോഷം അതൊക്കെ കാണുമ്പോൾ. ഈ നാട്ടിലുള്ള ദീനിൻ്റെ ഒരു ചൈതന്യമാണ് അതൊക്കെ. നമ്മളെ പള്ളി, നമ്മളെ മദ്രസ, അതൊക്കെ ഒരു നാട്ടിലെ ഒരു ദീൻ എത്രത്തോളം ഇവിടെ സജീവമാണ് എന്നുള്ളതിനെ നമുക്ക് ഉണർത്തി നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഇവിടുത്തെ ജമാഅത്ത്, ഇവിടുത്തെ നിസ്കാരം കാര്യങ്ങളൊക്കെ. ഏതായാലും അല്ലാഹു എല്ലാറ്റിലും അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് നിങ്ങളുമായി ഞാനിന്ന് സംസാരിക്കുന്നത്. വളരെ ചെറിയ സമയം കൊണ്ട് ഇൻഷാ അല്ലാഹ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. അല്ലാഹു ഇതുപോലെ ഒരുപാട് നന്മകൾ പറയാനും കേൾക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെ ഉള്ളത് പരിശുദ്ധമായ റമളാൻ മാസത്തിലാണ്. ഈ ഒരു സദസ്സിന് വല്ലാത്ത ഫളൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു ഇരുത്തത്തിന് വല്ലാത്തൊരു ഫളൽ പറഞ്ഞിട്ടുണ്ട്. ദുനിയാവിൽ രണ്ട് സ്വർഗമാണുള്ളത്. ഒന്ന് മാ ബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഒന്ന് എൻ്റെ വീടും എൻ്റെ മിമ്പറും അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ ഇടയിലുള്ള റൗള ശരീഫ്, അത് സ്വർഗമാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് ദുനിയാവിലുള്ളൊരു സ്വർഗം മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഇൽമ പറയുന്ന ഒരു മജ്ലിസ്, അത് സ്വർഗമാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മളൊക്കെ ഈ ഒരു സദസ്സിൽ വന്നിരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ വലിയ ഭാഗ്യമാണ്. മാത്രമല്ല പരിശുദ്ധമായ റമളാനിൽ കൂടെ ആകുമ്പോൾ അതിന് വല്ലാത്ത ഫളലുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഹദറ മജ്ലിസൽ ഇൽമി ഫീ റമളാൻ. റമളാനിൽ ഇങ്ങനെ ഒരു ഇൽമിൻ്റെ മജ്ലിസിൽ ഒരാൾ വന്നിരുന്നാൽ അഅതാഹു തആല ബികുല്ലി ഖദ്മിൻ ഇബാദതൻ സന. ഓരോ ചവിട്ടടിക്കും ഒരു വർഷത്തിൻ്റെ പ്രതിഫലം അള്ളാഹു ആ മനുഷ്യന് കൊടുക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ആ ഒരുപാട് സവാബ് കിട്ടുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മൾക്ക് ചേർത്ത് തരുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, നമുക്കിന്നോട് സംസാരിക്കാനുള്ളത് നമ്മുടെ മക്കൾ നമ്മുടെ ഔദാര്യമാണ് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. നമ്മളൊക്കെ എല്ലാ സമയവും നമ്മുടെ ജീവിതത്തിൻ്റെ അഖില നിഖില മേഖലകളൊക്കെ നമ്മൾ ചെലവഴിക്കുന്നത് നമ്മളെ മക്കളെ പോറ്റാനാണ്, നമ്മളെ കുടുംബത്തിനെ പോറ്റാനാണ്. ഏതൊരു ജോലിക്ക് നമ്മൾ പോകുമ്പോഴും നമ്മളെ ലക്ഷ്യം നമ്മളെ കുടുംബം ഭദ്രമാവണം, നമ്മളെ മക്കൾ സുന്ദരമാവണം. നമ്മളെ ആവശ്യം അതാണ്. മക്കളെ കൊണ്ട് കൺകുളിർമ ആഗ്രഹിക്കാത്ത ഒരു ഉമ്മയും ഒരു ഉപ്പയും ഇന്ന് ദുനിയാവിലില്ല. ആ മക്കളെ കൊണ്ട് ഒരു സന്തോഷം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ മക്കൾ നമുക്ക് ഉപകാരപ്പെട്ട മക്കളാവാൻ എന്താ ഒരു മാർഗം? അതിന് ഇസ്ലാം ഒരുപാട് വഴികൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് വഴികൾ നമ്മളെ മക്കൾ നന്നാവാൻ നമ്മളെ മുമ്പിലുണ്ട്. അതൊക്കെ വേണ്ടതുപോലെ നമ്മൾ പരിഗണിച്ചാൽ നമ്മളെ മക്കളെ സുന്ദരമായി കൊണ്ട് വളർത്താനും ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളായി നമ്മളെ മക്കളൊക്കെ മാറും. അല്ലാഹു നമ്മളെ മക്കളൊക്കെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലാക്കി തരുമാറാവട്ടെ. ഒരു വിഭാഗം മക്കളെ പറ്റി പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. നമ്മളൊക്കെ ചോര നീരാക്കിക്കൊണ്ട് നമ്മളൊക്കെ ഒരുപാട് ജോലികളിൽ ഏർപ്പെടുമ്പോൾ ഒരു വിഭാഗം മക്കൾ ആഖിറത്തിൽ വന്നുകൊണ്ട് യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പറയുന്നൊരു വാക്കുണ്ട്.
പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ആ വാക്ക് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല ചില മക്കളെ പറ്റി ഖുർആനിൽ പറയുന്നു. ചില മക്കളെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ചില മക്കൾ ആഖിറത്തിൽ വന്നുകൊണ്ട് റബ്ബിനോട് പറയുന്നൊരു വാക്കുണ്ട്, റബ്ബനാ അരിനല്ലദീന അളല്ലനാ മിനൽ ജിന്നി വൽ ഇൻസി നജഅൽഹുമാ തഹത അഖ്ദാമിനാ. ഇതൊരു വിഭാഗം മക്കൾ ഒന്ന് പറയുന്ന വാക്കാണ്. ചില മക്കൾ ആഖിറത്തിൽ വന്നുകൊണ്ട് നമ്മോട് പറയുന്നൊരു വാക്കാണത്. റബ്ബനാ അല്ലാഹുവേ അരിനല്ലദീന അളല്ലനാ, ഞങ്ങളെ വഴിപിഴപ്പിച്ചതാ ഞങ്ങളെ ഉമ്മമാര് ഞങ്ങളെ ഉപ്പമാര് ദുന്യാവിൽ ഞങ്ങൾക്ക് സർവമാന സൗകര്യങ്ങളും ചെയ്തു തന്നുകൊണ്ട് നിന്റെ ദീൻ എന്താണെന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാത്ത ഞങ്ങൾ ഉമ്മമാര് ഞങ്ങൾ ഉപ്പമാര് നജഅൽഹുമാ തഹത അഖ്ദാമിനാ. അല്ലാഹുവേ പറയുന്നു, ഞങ്ങൾക്കൊന്ന് കാണിച്ചുകൊണ്ട് റബ്ബേ എന്തിനു വേണ്ടിയാ? ആഖിറത്തിൽ വന്നുകൊണ്ട് ചില മക്കൾ പറയുന്ന വാക്കാണ്, അല്ലാഹുവേ ഞങ്ങൾ ഇത്തരം ഒരു അവസ്ഥയിൽ ഞങ്ങളെത്താൻ കാരണം ഞങ്ങളെ ഉമ്മയാണ് ഞങ്ങളെ ഉപ്പയാണ്. അതുകൊണ്ട് അല്ലാഹുവേ അവരെ ഒന്ന് ഞങ്ങൾക്കൊന്ന് കാണിച്ചുകൊണ്ട് റബ്ബേ എന്തിനു വേണ്ടിയാണ് നമ്മളെ മക്കൾ നമ്മളോടത് പറയുന്നതെന്ന് അറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, നജഅൽഹുമാ തഹത അഖ്ദാമിനാ. അതിനു വേണ്ടിയാണ്. നമ്മൾ വിചാരിച്ചു നമ്മളെ സഹായിക്കാൻ വേണ്ടിയാണോ? അല്ല. ചില മക്കൾ ആഖിറത്തിൽ വന്നുകൊണ്ട് പറയുന്ന വാക്കാണ് നജഅൽഹുമാ, അല്ലാഹുവേ ഞങ്ങൾ അവരെ ഒന്ന് ആക്കട്ടെ റബ്ബേ തഹത അഖ്ദാമിനാ, ഞങ്ങൾ കാലിന്റെ ചോട്ടിൽ വെച്ചുകൊണ്ട് ഞങ്ങളൊന്ന് ചവിട്ടട്ടെ റബ്ബേ. അതുകൊണ്ട് ഞങ്ങൾ ഉപ്പാനെയും ഉമ്മാനെയും ഞങ്ങൾക്കൊന്ന് കാണിച്ചുകൊണ്ട് അല്ലാഹ്. ചില മക്കൾ ആഖിറത്തിൽ വന്നുകൊണ്ട് പറയുന്ന വാക്ക്. അല്ലാഹു നമ്മളെ മക്കളൊക്കെ ആ കൂട്ടത്തിൽ പെടുത്താതിരിക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ വലിയ വിഷയമാണ്. ആലോചിക്കി നമ്മളെ മക്കളെ നമ്മൾ ചോര നീരാക്കിക്കൊണ്ട് വളർത്തി നമ്മളെ മക്കൾ ആഖിറത്തിൽ വന്നുകൊണ്ട് പറയുന്നൊരു വാക്ക്. പഠിച്ചോനെ അല്ലാഹു നമ്മളെ മക്കളൊക്കെ സ്വാലിഹീങ്ങളെ കൂട്ടത്തിലാക്കി തരുമാറാവട്ടെ. അങ്ങനെ ഒരു വിഭാഗം മക്കൾ ആഖിറത്തിൽ വരുമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു നമ്മളെ മക്കളൊക്കെ സ്വാലിഹീങ്ങളെ കൂട്ടത്തിലാക്കി തരട്ടെ. വേറൊരു മക്കളുണ്ട്, വേറൊരു മക്കളും വേറൊരു വിഭാഗം മക്കളും ആഖിറത്തിൽ വരും. വേറൊരു വിഭാഗം മക്കളും ആഖിറത്തിൽ വന്നുകൊണ്ട് റബ്ബിനോട് പറയുന്നൊരു വാക്കുണ്ട്. അല്ലാഹുവേ ചില മക്കൾ വന്നുകൊണ്ട് അല്ലാഹുവോട് പറയുന്നു, അല്ലാഹ് യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിൻ വഅബാരിഖ വകഅസിൻ മിൻ മഈൻ. ഇതൊരു മക്കൾ പറയുന്ന വാക്കാണ്. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. ആഖിറത്തിൽ വന്നുകൊണ്ട് ചില മക്കൾ പറയുന്ന വാക്കാണത്. പഠിച്ചോനെ യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. നമ്മളൊക്കെ ഒരു ചാണകല സൂര്യൻ നിൽക്കുന്ന സമയത്ത്, അതേ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന സമയത്ത് ചില മക്കൾ ഇങ്ങനെ ചുറ്റി നടക്കുന്നുണ്ടാകും. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. ചില മക്കൾ ആഖിറത്തിൽ ഇങ്ങനെ ചുറ്റി നടക്കുന്നു. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിൻ വഅബാരിഖ വകഅസിൻ മിൻ മഈൻ. അവർ കൈകളിൽ നല്ല പാനീയങ്ങളുണ്ട്, നല്ല സുന്ദരമായ പാനീയങ്ങൾ അവരുടെ കൈകളിലുണ്ട്. ആ മക്കൾ ആഖിറത്തിൽ വന്നുകൊണ്ട് നമ്മളെ തേടിക്കൊണ്ട് നടക്കുന്ന ചില മക്കളാണ് ആ വിഭാഗം മക്കൾ. അല്ലാഹുവേ ഞങ്ങളെ ഉമ്മ എവിടെയാണ്, ഞങ്ങളെ ഉപ്പ എവിടെയാണ് റബ്ബേ? അവരെ ഞങ്ങൾക്കൊന്ന് കാണണമല്ലോ. അവർക്ക് വേണ്ടി ഒരു ഭക്ഷണം, ഈ ഒരു പാനീയം അവർക്ക് വേണ്ടി ഒന്ന് കൊടുക്കണമല്ലോ റബ്ബേ. എവിടെയാണ് ഞങ്ങൾ ഉപ്പയുള്ളത്, എവിടെയാണ് ഞങ്ങൾ ഉമ്മയുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് ആഖിറത്തില് ചില മക്കള് ചുറ്റി നടക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ചില മക്കൾ അങ്ങനെയുണ്ട്. എങ്ങനെ?
ആഖിറത്തിൽ നമ്മെ തേടിക്കൊണ്ട് നമുക്ക് വേണ്ടി ഭക്ഷണവുമായിട്ട് പാനീയവുമായിട്ട് കൊണ്ട് ചില മക്കൾ നമ്മളെ തേടിക്കൊണ്ട് നടക്കും. ചില മക്കൾ അള്ളാഹു ആ മക്കളെ കൂട്ടത്തിൽ നമ്മളെ മക്കളൊക്കെ അള്ളാഹു ചേർത്ത് തിരുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ വലിയ വിഷയമാണ്. കാരണം നമ്മളെ മക്കൾ നന്നായിട്ടില്ലെങ്കിൽ ദുന്യാവിലും സമാധാനമില്ല, ആഖിറത്തിലില്ല. ദുന്യാവിലുമില്ല സമാധാനം, ആഖിറത്തിലില്ല. അതിനുള്ള വഴി എന്താണെന്നറിയോ? അതിന് വഴിയെന്താ? അതിന് ഉപ്പയെത്ര നന്നായിട്ടും കാര്യമില്ല, ഉപ്പയെത്ര വലിയ ആലിമായിട്ടും കാര്യമില്ല, ഉപ്പയെത്ര വലിയ പണ്ഡിതനായിട്ടും കാര്യമില്ല. നമ്മളെ ഉമ്മമാർ, നമ്മളെ ഭാര്യമാര് നല്ല സ്വാലിഹത്തായ പെണ്ണുങ്ങളാണെങ്കിൽ മാത്രമേ അതിൽ നല്ല മക്കളുണ്ടാവുകയുള്ളൂ. ഇത് സത്യമാണ്. എങ്ങനെ? നമ്മളെ മക്കൾ, നമ്മളെ ഭാര്യമാര് സ്വാലിഹത്തായ പെണ്ണുങ്ങളാവണം. സ്വാലിഹത്തായ പെണ്ണുങ്ങളിൽ മാത്രം നല്ല മക്കളുണ്ടാവുള്ളൂ. ഇത് എൻ്റെ വക പറയല്ല. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ചില ഭാര്യമാരെ പറ്റി കഥ പറയുന്നുണ്ട്. ഭാര്യമാർ നന്നായിട്ടേ കാര്യമില്ല, ഭർത്താക്കന്മാർ എത്ര വലിയ ആളായിട്ടും കാര്യമില്ല, മക്കളുണ്ടാവില്ല. ആദ്യം മുതൽ നമ്മൾ ശ്രദ്ധിക്കണം, എന്നാലേ നമ്മളെ മക്കളുണ്ടാവും. അതിനെന്ത് വേണം? സ്വാലിഹായ ഭാര്യയെ കല്യാണം കഴിക്കണേ. സ്വാലിഹത്തായ ഭാര്യയെ നമ്മൾ കല്യാണം കഴിക്കണേ. സാധാരണ നമ്മളൊക്കെ കേൾക്കുന്ന ഒരു ഹദീസിന്റെ സാധാരണ ആളുകൾ കല്യാണം കഴിക്കാറുള്ളത് 4 കാര്യം നോക്കിയിട്ടാണ്. ഈ 4 കാര്യം നോക്കിയിട്ടാണ് സാധാരണ ആളുകൾ കല്യാണം കഴിക്കാറുള്ളത്. ലിമാലിഹ, ഒന്ന് അവളെ ഭംഗി കണ്ടിട്ട്, അവളെ സമ്പത്ത് കണ്ടിട്ട്, അവളെ ഭംഗി കണ്ടിട്ട്, അവളെ തറവാട് മഹിമ കണ്ടിട്ട്, അവളെ ദീന് നോക്കിയിട്ടും ചില ആളുകൾ കല്യാണം കഴിക്കാറുണ്ട്. എന്നിട്ട് ഹബീബായ നബി തങ്ങൾ പറയുന്നു, ദീനുടേതായ പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ട് നീ വിജയിക്കണേ. ദീനുള്ള പെണ്ണുണ്ടോ അതിൽ നല്ല മക്കളുണ്ടാവും. ദീനുള്ള പെണ്ണിനെ നോക്കി നമ്മൾ കല്യാണം കഴിക്കണേ, എങ്കിൽ അതിൽ നല്ല സ്വാലിഹായ മക്കളെ നമുക്ക് അല്ലാഹു നൽകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നുണ്ട്. ഭാര്യ നന്നാവണം എങ്കിൽ മക്കളുണ്ടാവും. അള്ളാഹു മക്കളൊക്കെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലാക്കി തെരുമാറാവട്ടെ. ഭാര്യ നന്നാവണമെന്ന് ഞാൻ പറയാൻ കാരണം എന്താ അറിയാം? നിങ്ങൾക്കറിയാം, സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബിക്ക് മക്കളില്ലായിരുന്നു. ഒരുപാട് കാലം ദ്വാരന്ന് പഠിച്ചോൻ ഒരു മക്കളെ കൊണ്ട് റബ്ബേ എനിക്കൊരു മക്കളില്ല, എനിക്ക് മക്കളില്ല റബ്ബേ, എനിക്ക് നീ സുന്ദരമായ മക്കളെ തരണേ. സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്ത ദുആയാണ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. പഠിച്ചോനെ സ്വാലിഹീങ്ങളായ മക്കളെ കൊണ്ട് റബ്ബേ എന്ന് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു. 120ാമത്തെ വയസ്സിലാണ് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മക്കളെ കൊടുക്കുന്നത്. എത്ര? 120ാമത്തെ വയസ്സിലാണ് ഇബ്രാഹിം നബിക്ക് മക്കളെ കൊടുക്കുന്നത്. ഒരുപാട് കാലം തോരുന്നു. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദുനാ ഇസ്മാഈൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മകനായി കൊടുക്കുന്നു. സയ്യിദുനാ ഇസ്മായിൽ, ഈ നാട്ടിൽ ഇസ്മായിൽ നബിന്റെ പേരിട്ടാൽ സ്വലാത്തും സലാമൊന്നും ഇല്ലേ? സയ്യിദുനാ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞു കൊടുത്ത മോനാൻ. ഇസ്മായിൽ നബിയുടെ കഥ അറിയില്ലേ നിങ്ങൾക്ക്? ഫലമ്മാ ബലഗ മഅഹു സഅയ യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക. ല്ലേ? സയ്യിദുനാ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഓടിച്ചാടി നടക്കുന്ന പ്രായമായപ്പോ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്നുകൊണ്ട് പറഞ്ഞു, മോനെ നിന്നെ അറക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്. നമുക്കറിയുന്ന സംഭവം.
അങ്ങനെ സയ്യിദുന ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ടുപോകുന്നു അറക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ സയ്യിദുന ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം 2 നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉപ്പ, എനിക്ക് സങ്കടമില്ല, അള്ളാന്റെ വഹയല്ലേ, അള്ള പറഞ്ഞതല്ലേ, എൻ്റെ ഉപ്പ എന്താണോ അള്ള പറഞ്ഞത് കേൾക്കണേ, എനിക്കതിൽ സങ്കടമില്ല. പക്ഷേ 2 നിർദ്ദേശങ്ങൾ എൻ്റെ ഉപ്പാനോട് എനിക്ക് പറയാനുണ്ട്. സയ്യിദുന ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് 2 കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അറക്കുന്നതിന് മുമ്പ്. ഒന്നാമത് സയ്യിദുന ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, ഉപ്പാ, നിങ്ങൾ എന്നെ അറക്കുന്ന സമയത്ത് നല്ല മൂർച്ചയുള്ള വാള് കൊണ്ടല്ലാതെ, മൂർച്ചയുള്ള കത്തി കൊണ്ടല്ലാതെ ഉപ്പ എന്നെ നിങ്ങൾ അറക്കാൻ പാടില്ല. എന്നെ അറക്കുന്ന സമയത്ത് നല്ല മൂർച്ചയുള്ള വസ്തു കൊണ്ടായിരിക്കണം, മൂർച്ചയുള്ള കത്തി കൊണ്ടായിരിക്കണം. എന്തിനാ ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നറിയോ? ഉപ്പ, നിങ്ങൾ എന്നെ അറക്കുന്ന സമയത്ത് നിങ്ങളെ മകനാകുന്ന ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം അതേ വല്ലാതെ വേദന കൊണ്ട് പുളകുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങാനും ആ കത്തി അങ്ങ് മാറ്റാൻ തോന്നിയാലോ, അറിവ് സംഭവിക്കാതിരുന്നാൽ എൻ്റെ ഉപ്പ യജമാനനായ റബ്ബിനോട് അതേ അല്ലാഹു തആല പറഞ്ഞത് കേൾക്കാത്ത ഉപ്പയായി എൻ്റെ ഉപ്പ മാറുമല്ലോ, അതെനിക്കിഷ്ടമില്ല. അതുകൊണ്ട് നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ടായിരിക്കണം ഉപ്പ നിങ്ങൾ എന്നെ അറക്കേണ്ടത്. മറ്റൊന്ന്, നിങ്ങൾ എന്നെ അറക്കുന്ന സമയത്ത് നിങ്ങൾ എന്നെ മലർത്തിക്കിടത്തിയിട്ടല്ലാതെ അറക്കരുത്. എൻ്റെ ഫേസ് ടു ഫേസ് ആയിക്കൊണ്ട് നേരെ ഇങ്ങനെ എന്നെ അറക്കരുത്. എന്നെ മലർത്തിക്കിടത്തിയിട്ടല്ലാതെ ഉപ്പ നിങ്ങൾ എന്നെ അറക്കരുത്. കാരണം ഞാനിങ്ങനെ നിങ്ങൾ എന്നെ അറക്കുന്ന സമയത്ത്, നമ്മൾ മുഖത്തോട് മുഖം കാണുന്ന സമയത്ത് നിങ്ങൾക്കെങ്ങാനും മറവില്ലെന്നും മാറി നിൽക്കാൻ തോന്നിയാലോ എന്ന് പറഞ്ഞ മോനാണ് സയ്യിദുന ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ ഉപ്പാക്ക് വഴിപ്പെട്ട മോനാണ് സയ്യിദുന ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. ആ മോൻ നന്നായി. ആ മോനെ പറ്റി ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, നല്ല മോനാ, അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞു നൽകിയ നല്ല മോന്. ഉപ്പാര സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഉമ്മാര, അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ആരാണ് ഉമ്മയുള്ളത്? സയ്യിദത്തുന ഹാജറ ബീവി റളിയല്ലാഹു അൻഹാ. ഹാജറ ബീവിയ ഉമ്മ നല്ല ഉമ്മയാ, ഒരു പ്രശ്നമില്ല, നല്ല റാഹത്തുള്ള നല്ല സ്വാലിഹത്തായ ഉമ്മയാണ് സയ്യിദത്തുന ഹാജറ ബീവി റളിയല്ലാഹു അൻഹാ. ഹാജറ ബീവിയെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, അതേ സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാവാണ് സയ്യിദത്തുന ഹാജറ ബീവി റളിയല്ലാഹു അൻഹാ. നല്ല പെണ്ണ, സ്വാലിഹത്തായ പെണ്ണ. അതിൽ നല്ല മോനുണ്ടായി, ഉപ്പ നല്ല ഉപ്പയാൻ, ഉമ്മയും നല്ല ഉമ്മയാൻ, അതിൽ നല്ല നല്ല മക്കളുണ്ടായി. ഇനി വേറൊരു നബിയെ കേൾക്കണോ നിങ്ങൾക്ക്? സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. നബിയാൻ, നല്ല നല്ല അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു അടിമയാണ് സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. നൂഹ് നബിക്കും അള്ളാഹു ഒരു മകനെ കൊടുത്തിട്ടുണ്ട്. എന്താ പേരെന്നറിയോ? കൻആൻ എന്ന് പറയുന്ന ഒരു മോനെ സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കൊടുത്തു. പക്ഷേ തൂഫാൻ വന്നപ്പോ, വെള്ളപ്പൊക്കം വന്നപ്പോ സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മോനോട് പറഞ്ഞു, പൊന്നാര മോനെ, വെള്ളപ്പൊക്കം വരുന്നുണ്ട്, നീ എൻ്റെ കൂടെ ഒന്ന് വിശ്വസിക്കണേ, നീ ഒന്ന് ഇസ്ലാമിലേക്ക് വരണേ, വെള്ളപ്പൊക്കം വരാനിരിക്കുന്നു മോനെ, നീ ഇസ്ലാമിലേക്കൊന്ന് വരണേ എന്ന് പറഞ്ഞപ്പോ ആ മോൻ പറഞ്ഞൊരു മറുപടി ഖുർആൻ പറയുന്നുണ്ട്. അല്ല ഉപ്പ, നിങ്ങൾ എന്താ ഈ പറയണത്? ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ ഇവിടെ വെള്ളമില്ല, നിങ്ങൾ എന്തിനാ ഈ കപ്പലുണ്ടാക്കണത്? ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ നമുക്ക് വെള്ളമില്ല, കുളിക്കാൻ ഇവിടെ വെള്ളമില്ല. ആ സമയത്താണോ നിങ്ങൾ കപ്പലുണ്ടാക്കുന്നത്? നിങ്ങൾക്ക് അലൈസലക ജുന്നൂൻ, നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ ഉപ്പ എന്ന് ചോദിച്ച മകനാണ് കൻആൻ. അപ്പൊ ഉപ്പ പറഞ്ഞു, മോനെ, വെള്ളപ്പൊക്കം വരും,
അപ്പോ ആ മകൻ പറഞ്ഞൊരു മറുപടിയുണ്ട്, സആവി ഇലാ ജബലിൻ യാസിമുനി മിനൽ മായി. ആ കാണുന്ന പർവ്വതമുണ്ടല്ലോ, അതിന്റെ മേലെ കയറിക്കൊണ്ട് ഞാൻ രക്ഷ പ്രാപിക്കുമെന്ന് അള്ളാന്റെ നബിയായ സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് എതിര് പറഞ്ഞ മോനാണ് കൻആൻ. തൂഫാൻ വന്നു, ആ മകൻ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. ആ ഉപ്പാക്ക് എതിര് പ്രവർത്തിച്ച മോന. ഉപ്പാരാ? നല്ല ആളാ. ആരാ? സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ഉമ്മ ആരാണെന്നറിയോ? പരിശുദ്ധമായ ഖുർആനിൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അതേ ലോകത്ത് തമ്പാടികളായ പെണ്ണുങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞത് ഒന്ന് സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യയാണ്, മറ്റൊന്ന് സയ്യിദുനാ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യയാണ്. ലൂത്ത് നബിയുടെ ഭാര്യയും നൂഹ് നബിയുടെ ഭാര്യയുമാണ് ലോകത്തെ ഏറ്റവും വലിയ തമ്പാടികളായ പെണ്ണുങ്ങൾ. എന്താണ് അവർ ചെയ്തതായ കാര്യം എന്താണെന്നറിയോ? കാനത്താ തഹത അബ്ദൈനി മിൻ ഇബാദിനാ ഫഖാനതാഹുമാ. ഭർത്താക്കന്മാരെ ചതിച്ച പെണ്ണുങ്ങളാ രണ്ടാളും. ഭർത്താവിനെ ചതിച്ചതായ പെണ്ണുങ്ങളാണ് രണ്ട് പെണ്ണുങ്ങളും. വന്ന് സയ്യിദുനാ നമ്മുടെ പരിശുദ്ധമായ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഭാര്യ നന്നാവണം എങ്കിൽ നമ്മളെ മക്കൾ നന്നാവും. അള്ളാഹു നമ്മളെ മക്കൾക്ക് സ്വാലിഹീങ്ങളായ മക്കളാക്കി തെരുമാറാവട്ടെ. അതിന് എന്ത് വേണം മുഅ്മിനീങ്ങളെ? ഒന്നാമത്തെ സ്റ്റെപ്പ് അതാണ്. നല്ല ഭാര്യയെ നോക്കി കല്യാണം കഴിക്കണം. നമ്മളെ മക്കൾക്കൊരു കല്യാണം അന്വേഷിക്കുമ്പോൾ ശ്രദ്ധിക്കണേ, സ്വാലിഹത്തായ പെണ്ണാണോ എന്ന് അന്വേഷിക്കണേ. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം ദുആയാണ്. ഒരു കല്യാണം കഴിഞ്ഞാൽ ദുആ ചെയ്യണ, പഠിച്ചോനെ എനിക്ക് നല്ല സ്വാലിഹീങ്ങളായ മക്കളെ തരണേ റബ്ബേ. ദുആരിക്കണം. ദുആ വലിയ മരുന്നാണ്, എല്ലാറ്റിനും മരുന്നാണ് ദുആ. അത് വലിയ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, മുഅ്മിനിന്റെ ആയുധ ദുആ. ദുആരിക്കണം. നമ്മളെ പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കണം. അള്ളാഹു നമ്മളെ പ്രയാസങ്ങളൊക്കെ മാറ്റി തെരുമാറാവട്ടെ. മറ്റൊരുപാട് കാര്യങ്ങൾ പറയാണ്ട് ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മളെ മക്കളൊക്കെ സ്വാലിഹീങ്ങളായ മക്കളെ കൂട്ടത്തിൽ അള്ളാഹു ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊന്നൊരു ഭാര്യ ഗർഭിണിയാണെന്നറിഞ്ഞാൽ ആ ഭാര്യയെ സങ്കടപ്പെടുത്തരുത്. അവൾക്ക് വേണ്ട സൗകര്യങ്ങൾക്ക് ചെയ്തു കൊടുക്കണം. അത് മാത്രമല്ല, ദീനിയായ കോലത്തിൽ സ്വാലിഹായ പെണ്ണായിക്കൊണ്ട് പ്രത്യേകിച്ച് ഗർഭിണിയാവുന്ന സമയത്ത് നല്ല ഇസ്ലാമിക അന്തരീക്ഷത്തിൽ ആ പെണ്ണിനെ വളർത്താൻ നമുക്ക് സാധിക്കണം. മാത്രമല്ല, ഒരു പെണ്ണ് പ്രസവിച്ചു എന്നറിഞ്ഞാല് ബാങ്കും ഇഖാമത്തൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ്. നല്ലൊരു മധുരം നമ്മളെ മക്കൾക്ക് സ്വാലിഹായ ഒരു മനുഷ്യന്റെ കൈയോടുകൂടെ നമ്മളെ മക്കൾക്ക് നമ്മൾ കൊടുക്കും. നല്ലതാണ്. നല്ലൊരു പേര് നമ്മളെ മക്കൾക്ക് ഇടണേ. നല്ല പേര് നോക്കിയിടണം. ചില ആളുകളെ പേരൊക്കെ കേട്ടാ സുബ്ഹാനമൻ ചെല്ലാം. ചില ആളുകൾ പേരിട്ടാൽ എവിടെ നോക്കിയാലും അതിനൊരു അർത്ഥം ഉണ്ടാവില്ല. ചില ആളുകൾ പലയാതെ പേര് നമ്മോടൊക്കെ ചോദിക്കും, ഉസ്താദേ ഇതിൻ്റെ അർത്ഥം എന്താ, അതിൻ്റെ അർത്ഥം എന്താ? നല്ല പേര് നോക്കിയിടണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു ദിവസം ഒരു യാത്രയില് അള്ളാഹുവിന്റെ റസൂല് സ്വഹാബത്തൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഒരാൾ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ പടവാ, ആ ഒട്ടകത്തിനെ ഒന്ന് കറക്കണേ. കുറച്ച് പാല് കറന്നുകൊണ്ടിരുന്നു. ചോദിച്ചു, നിന്റെ പേരെന്താ? എൻ്റെ പേര് ഹുസൻ എന്നാ നബി എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, വേണ്ട, നീ ഇറക്കണ്ട, നീ പോ. വേറൊരാളെ വിളിച്ചുകൊണ്ടുവന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, നിന്റെ പേരെന്താ? എൻ്റെ പേര് മുറ എന്നാണ്. നീയും കറക്കണ്ട. മൂന്നാമത്തെ ആള് വന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, എൻ്റെ പേരെന്താ? എൻ്റെ പേര് സഹിൽ എന്നാണ് നബിയെ. എങ്കിൽ നീ കറന്നുകൊണ്ടുവാ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരിലൊക്കെ വലിയ അടിസ്ഥാനമുണ്ട്. നല്ല പേര് നോക്കി നമ്മളെ മക്കൾക്കിടണം. ഷജീർ ചില ആളുകളിടുന്ന പേരാണ്. എന്താ അർത്ഥം? എന്താ? ചീത്ത കൂട്ടുകാരൻ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹിൻഷാ എന്ന പേര് നിങ്ങൾ ഇടരുത്. കാരണം എന്താണെന്നറിയോ? അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അതിന്റെ അർത്ഥം മാലിക്കുൽ മുലൂക്ക്. എത്ര ആളുകൾക്ക് ഉണ്ടാ പേര്?
സൈൻഷ അല്ലേ? അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് പേരിടരുത്. കാരണം അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? മാലിക്കുൽ മുലൂക്ക്, അള്ളാന്റെ പേരാണത്. അതിടാൻ പാടില്ല. നല്ല പേര് നോക്കി മക്കൾക്കിടണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏറ്റവും നല്ല പേര് ഏതാണെന്നറിയോ? ഒന്ന് അബ്ദുറഹ്മാൻ, മറ്റൊന്ന് അബ്ദുല്ലാഹ്. നല്ല പേരാ. അത്ര നല്ല സുന്ദരമായ പേരുകൾ നമ്മളെ മക്കൾക്ക് വിളിക്കണേ. കാരണം പേര് നന്നായാൽ ആഖിറത്തിലൊക്കെ നമ്മൾ വരുമ്പോ, നമ്മളെ മക്കള് വരുമ്പോ നമ്മളെ മക്കളെ വിളിക്കുക നമ്മളെ പേരും കൂട്ടിയിട്ട് അള്ളാഹ് വിളിക്കുന്നത്. ആഖിറത്തിൽ എങ്ങനെ വിളിക്കാരോ? നിങ്ങളെ പേര് പിന്നാലിൻ്റെ പേരാണെങ്കിൽ, നിങ്ങളെ മകൻ്റെ പേര് അജ്മൽ എന്നാണെങ്കിൽ, നിങ്ങളെ പേര് അബ്ദുള്ള എന്നാണെങ്കിൽ അജ്മൽ ഇബ്നു അബ്ദുള്ള എന്നാ വിളിക്കുക. നമ്മളെ ഉപ്പാൻ്റെ പേര് കൂട്ടിയിട്ടാണ് ആഖിറത്തിൽ നമ്മൾ വിളിക്കുക. അപ്പം നമ്മളെ മക്കളെ പേര് മോശമാണെങ്കിൽ ആഖിറത്തിലും നമുക്ക് വല്ലാത്ത പ്രയാസമാണ്, ആഖിറത്തിലും നമുക്ക് വല്ലാത്ത സങ്കടമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നമ്മളെ മക്കളെ നല്ല പേര് നമ്മൾ വിളിക്കണേ. മാത്രവുമല്ല നമ്മളെ മക്കൾക്ക് പഠിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദിബു ഔലാദകും സലാസ ഖിസാൽ, നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ 3 കാര്യം പഠിപ്പിക്കണേ. ഒന്ന് ഹുബ്ബി നബിയിക്കും, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് നിങ്ങളെ മക്കളെ പഠിപ്പിക്കണേ. ഹബീബിനോടുള്ള മഹബ്ബത്ത് പഠിപ്പിക്കണം. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്നറിയില്ല, നമ്മളൊക്കെ മദ്രസ 1-ാം ക്ലാസ്സിൽ വെച്ചുകൊണ്ട് പഠിച്ചൊരു പാട്ടുണ്ട്. നമ്മുടെ നബിയുടെ പേരെന്ത്? മുത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹ്. നബിയുടെ ജനനം മക്കത്ത്, മരണപ്പെട്ടു മദീനത്ത്. നബിയുടെ ഉപ്പ അബ്ദുല്ലാഹ്, നബിയുടെ ഉമ്മ ആമിന ബി എന്ന് തുടങ്ങുന്ന പാട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1-ാം ക്ലാസ്സില്. എനിക്ക് ഓർമ്മ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോഴും ആ പാട്ട് ഓർമ്മ ഉണ്ട്. പഠിപ്പിച്ച് ഉസ്താദിന് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല, എന്നാലും ആ പാട്ടിന്നും എൻ്റെ മനസ്സിലുണ്ട്. ആദ്യം ഒരു കുട്ടിയെ പഠിപ്പിക്കേണ്ടത് അതാണ്. ഇതെന്റെ വകയല്ല. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്വൽ മുഈൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, യജിബു അലൽ അബായി വൽ ഉമ്മാത്തി തഅലീമുഹും അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലദ ബി മക്ക വ മാത ബി മദീന വ ദുഫിന ബിഹാ. ഇതാണ് ഒരു കുട്ടിക്ക് ആദ്യം പഠിപ്പിക്കേണ്ടത്. ആദ്യം ഒരു കുട്ടിക്ക് പഠിപ്പിക്കേണ്ടത് അന്ന നബിയന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലദ ബി മക്ക. എൻ്റെ നേതാവ് ഹബീബായ നബിതങ്ങളാ. ആ നബിതങ്ങൾ ജനിച്ചത് മക്കയിലാ, ആ നബിതങ്ങൾ വഫാത്തായത് മദീനയിലാ. ഹബീബിനെ പറ്റിയാണ് ആദ്യം ഒരു കുട്ടിയെ പഠിപ്പിക്കേണ്ടത്. അല്ലാതെ സീബ്രല്ല, APPL, ആപ്പിൾ, ഫോക്സ് ഒന്നുമല്ല, അതൊന്നുമല്ല. അതിൻ്റെ മുമ്പ് ഹബീബിനെ പറ്റി നമ്മളെ മക്കളെ മെമ്മറിയിൽ നമ്മളൊന്ന് കുത്തിവെക്കണേ. അതിൽ ബർക്കത്തുണ്ട്. അള്ളാഹു നമ്മളെ മക്കളൊക്കെ സ്വാലിഹീങ്ങളാക്കി തെരുമാറാവട്ടെ. മാത്രമല്ല ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, വഹുബ്ബി അഹ്ലി ബൈതിഹി, അഹ്ലി ബൈത്തിനോടുള്ള മഹബ്ബത്ത് നിങ്ങളെ മക്കളെ പഠിപ്പിക്കണേ. അഹ്ലു ബൈത്ത്, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബം, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടികൾ, സയ്യിദുന മഹാനായ ശൈഖുന ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. നിങ്ങൾക്കറിയോ മഹാനവർകളെ എത്രമാത്രം അഹ്ലു ബൈത്തിനെ സ്നേഹിച്ച മഹാനാൻ. പട്ടിക്കാട് ജാമിയ നൂരിയയിലെ ഞാൻ അവസാനിപ്പിക്കാൻ, പട്ടിക്കാട് ജാമിയ നൂരിയയിലെ മഹാനായ ഹൈദർ അലി ശിഹാബ് തങ്ങൾ അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. അല്ലാഹു അവിടുത്തെ ദർജ ഏറ്റി കൊടുക്കുമാറാവട്ടെ. പാണക്കാട് ഹൈദർ അലി ശിഹാബ് തങ്ങളെ പിന്നെ പട്ടിക്കാട് ജാമിയ നൂരിയയിൽ പഠിക്കുന്ന സമയത്ത് കുളിച്ചിങ്ങനെ വരുന്ന സമയത്ത് കയ്യിലൊരു പിന്നെ അലഞ്ഞ് തീരാറായ ഒരു കയ്യിലൊരു സോപ്പുണ്ടായിരുന്നു. ഒരു സോപ്പ്, തേച്ച സോപ്പ്.
ശരീരം തേച്ച സോപ്പ്, ശരീരം സ്പർശിച്ച സോപ്പ് അലിഞ്ഞ് തീരാറായിട്ടുണ്ട്. കുളിച്ചിങ്ങനെ നടന്നു വരുമ്പോഴാണ് ശൈഖുനാ ശംസുൽ ഉലമ എന്ന് പട്ടിക്കാട് ജാമിയയിലെ മുദർരിസാണ്, ഉസ്താദാണ്. ഉസ്താദ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവിടെ. മുന്നിലൂടെ മഹാനായ സയ്യിദ് പാണക്കാട് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നു. തങ്ങൾ മഹാനായ ശംസുൽ ഉലമ തങ്ങൾ കണ്ടപ്പോ തങ്ങൾ വിളിച്ചു, തങ്ങളെ ഒന്നിങ്ങോട്ട് വരാൻ പറ്റുമോ? അങ്ങയുടെ കയ്യിലുള്ള സോപ്പൊന്ന് എനിക്ക് തരുമോ തങ്ങളെ? നിങ്ങളെ കയ്യിലുള്ള സോപ്പില്ലേ, ഒന്നിക്ക് തരുമോന്ന് ചോദിച്ചു. ആര്? ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സർറുൽ അസീസ് പാണക്കാട് തങ്ങളത് കേട്ടപ്പോ, ഹൈദർ അലി ശിഹാബ് തങ്ങളത് കേട്ടപ്പോ വേഗം ഓടുന്നു റൂമിലേക്ക്. എന്നിട്ട് തന്റെ പെട്ടി തുറക്കുന്നു. അതിൽ പുതിയൊരു സോപ്പ് ഉണ്ടായിരുന്നു. ഉടനെ തന്നെ ആ പുതിയതായ സോപ്പ് എടുത്തു കൊണ്ടുവരുന്നു. എന്നിട്ട് ഓടി വന്നുകൊണ്ട് ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സർറുൽ അസീസ് തങ്ങൾക്ക് കൈമാറുന്നു. ശംസുൽ ഉലമാന്റെ അടുത്ത് സോപ്പും കൊണ്ടെത്തിയപ്പോ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ തങ്ങൾ പറഞ്ഞു, തങ്ങളെ എനിക്ക് ആ സോപ്പല്ല വേണ്ടത്, ഞാൻ ആ സോപ്പല്ല ആഗ്രഹിക്കുന്നത്. എനിക്ക് വേണ്ട സോപ്പ് ആ സോപ്പല്ല. നിങ്ങളെ പവിത്രമായ ഹബീബിന്റെ ചോരയുള്ള നിങ്ങളെ ശരീരമുണ്ടല്ലോ, ആ ശരീരം സ്പർശിച്ചതായ സോപ്പ് നിങ്ങളെ കയ്യിലുണ്ടല്ലോ, ആ സോപ്പാണ് തങ്ങളെ എനിക്ക് വേണ്ടത്. അഹ്ലു ബൈത്തിനുള്ള മഹബത്താണത്. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആ അഹ്ലു ബൈത്തിനുള്ള മഹബത്ത് നമ്മളെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണേ. അതിലൂടെ നമ്മളെ മക്കൾ നന്നാകുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത് നബി തങ്ങൾ പറഞ്ഞത് വതിലാവത്തുൽ ഖുർആൻ. നമ്മളെ മക്കൾക്ക് നല്ലോണം ഖുർആൻ പഠിപ്പിക്കണേ. ദീനീ വിജ്ഞാനങ്ങൾ നമ്മളെ മക്കൾക്ക് പഠിപ്പിക്കണേ. ഇന്നത്തെ അവസ്ഥ എന്താണ്? എത്രയോ ഭൗതികമായ കാര്യങ്ങൾ നമ്മളെ മക്കൾ പഠിക്കുന്നുണ്ട്. അതുപോലെ ദീനും നമ്മളെ മക്കൾക്ക് കൊടുക്കണേ. മക്കൾക്ക് ദീന് കൊടുക്കണം, കൃത്യമായി കൊണ്ട് കൊടുക്കണം. കഴിയുമെങ്കിൽ നമ്മളെ മക്കൾ ഒന്നിനെങ്കിലും ഒന്ന് ആലിമാക്കണേ. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരു കുട്ടിനെങ്കിലും ഒന്ന് ആലിമാക്കണം. ശരിക്കും ശ്രദ്ധിക്കണം. കാരണം നമ്മളെ മക്കളെ ഒന്നിനെങ്കിലും മൊയ്യാറാക്കണം എന്ന് ചുരുക്കി പറഞ്ഞാൽ, ഒരു കുട്ടിനെങ്കിലും ഒന്ന് ആലിമാക്കണേ. അതിൽ വലിയ ബർക്കത്തുണ്ട്. ആ കുടുംബത്തിൽ ബർക്കത്തുണ്ട്, ആ വീട്ടിൽ ബർക്കത്തുണ്ട്. കാരണം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെ, എല്ലാ മനുഷ്യന്മാരും മരണപ്പെട്ടു പോയാൽ, എല്ലാവരും മരണപ്പെട്ടു പോയാൽ അവസാനം നമുക്ക് ബാക്കിയാവുന്നത് മൂന്ന് കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ശരിക്കും ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ ഒന്നിനെങ്കിലും ഒന്ന് ആലിമാക്കണം. ഒന്നിനെ എല്ലാത്തിനാക്കണം ഞാൻ പറഞ്ഞില്ല. ഒരു കുട്ടിനെങ്കിലും ഒന്ന് ദർസിൽ കൊണ്ടുപോയി നിങ്ങളെ മക്കളെ പഠിപ്പിക്കണേ. ഈ പള്ളി വിശാലമായൊരു പള്ളിയാണ്. ബഹുമാനപ്പെട്ട അസ്കർ ഉസ്താദ് എല്ലാറ്റിനും കഴിവുള്ള പ്രഗത്ഭനായൊരു പണ്ഡിതനാണ്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ പള്ളിയിൽ നല്ലൊരു ദർസ് തുടങ്ങണം. നമ്മളെ മക്കൾക്ക് നമ്മളെ ദീനീ വിജ്ഞാനം കൊടുക്കണേ. പള്ളി ദർസിലൂടെ നമ്മളെ മക്കളെ വളർത്തണേ. അതിൽ ഒരുപാട് ബർക്കത്തുണ്ട്. നമ്മൾ മരണപ്പെട്ടു പോയാൽ നമുക്ക് വേണ്ടി ഒന്ന് മയ്യിത്ത് നിസ്കരിക്കാൻ, നമുക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യാൻ അല്ലാഹ്, ഈ കിടക്കുന്നതിന്റെ ഉമ്മയാണ് റബ്ബേ, ഇതിന്റെ ഉപ്പയാണ് അല്ലാഹ്, ഒന്ന് പുറത്തു കൊടുക്കണേ റബ്ബേ എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പറ്റിയതായ ഒരു മകനെ, ഉപ്പമാരെ നമ്മളൊക്കെ വളർത്തണേ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇദാ മാത റജുലു ഫൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരാൾ മരിച്ചാൽ 3 കാര്യം മാത്രമേ ബാക്കിയാവുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നഷ്ടപ്പെടും. 3 കാര്യങ്ങൾ മാത്രം ഞാൻ അവസാനിപ്പിക്കുകയാണ്. 3 കാര്യങ്ങൾ മാത്രമാണ് ബാക്കിയാവുന്നത്. ഒന്ന് സ്വദഖത്തുൻ ജാരിയ. നമ്മൾ മരണപ്പെട്ടാലും നമ്മളെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് സ്വദഖത്തുൻ ജാരിയ. ജാരിയായ സ്വദഖ, അത് മരിച്ചാലും ഖബറിലേക്ക് ഇങ്ങനെ ഡെപ്പോസിറ്റായി വന്നുകൊണ്ടിരിക്കും. ജാരിയായ സ്വദഖ.
രണ്ടാമത് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു വഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരപ്പെടുന്ന ഇൽമ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ മരിച്ചാലും നമ്മളെ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. മരിച്ചാലും ഖബർക്ക് കിട്ടും ഏത്? നല്ല ഇൽമ് നമ്മളെടുത്തുണ്ടെങ്കിൽ. മൂന്നാമത് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് വവലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, സ്വാലിഹായ മക്കൾ നമുക്കുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ മക്കൾ നമുക്കുണ്ടെങ്കിൽ അവരും നമുക്ക് ഉപകാരപ്പെടുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മളൊക്കെ ഖബൂലാക്കി തരുമാറാവട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കാൻ, നിങ്ങളൊക്കെ കഴിവിൻ്റെ പരമാവധി നമ്മളെ മക്കൾക്ക് 1-ാം ക്ലാസ്സിൽ ചേർത്തുന്ന ഒരു മകനെ അവിടെ +2 വരെ മദ്രസ ഉണ്ടെങ്കിൽ +2 വരെ ആ കുട്ടി പഠിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഇന്നിപ്പോൾ 10-ാം ക്ലാസ്സിൽ മദ്രസയിലേക്ക് ചെന്നാൽ ഏറിപ്പോയാൽ 2, 3, 4 കുട്ടികൾ മാത്രം. ആ കുട്ടികൾ 1-ാം ക്ലാസ്സിൽ ചേർത്തുമ്പോൾ ആ കുട്ടികളോടുകൂടെ ഉസ്താദന്മാരോട് ചോദിച്ചാൽ അറിയാം, ആ ഒരു 1-ാം ക്ലാസ്സിൽ 20ഉം 25ഉം കുട്ടികളുണ്ടായിരുന്നു. 10-ാം ക്ലാസ് എത്തുമ്പോൾ വെറും കേവലം 2, 3, 4 കുട്ടികളായി ചുരുങ്ങാണ്. ബാക്കിയുള്ള കുട്ടികളൊക്കെ അവിടെ മരിച്ചിട്ടൊന്നുമില്ല. പിന്നെ എന്തേ 10-ാം ക്ലാസ് എത്തുമ്പോൾ കുട്ടികൾ കുറയണെന്താ? കുറയാൻ പാടില്ല. 10-ാം ക്ലാസ് +2 വരെ ആ 1-ാം ക്ലാസ്സിൽ 25 കുട്ടികൾ +2 വരെ പഠിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ +2 വരെ പഠിച്ചാൽ നമ്മളെ മക്കൾക്ക് എന്താ മുമ്പിനിങ്ങളെ കിട്ടുക? നല്ലതുപോലെ ഒന്ന് മയ്യിത്ത് നിസ്കരിക്കാൻ അറിയാം നമ്മളെ മക്കൾക്ക്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കഴിവിൻ്റെ പരമാവധി നമ്മളെ മക്കൾക്ക് ദീന് കൊടുക്കണേ. നമ്മളെ മക്കൾ MBBS ആക്കാം, ഞാൻ എതിരല്ല. നല്ല ഡോക്ടറാക്കാം, എഞ്ചിനീയറാക്കാം, എന്തുമാക്കാം, അതിനൊന്നും ഞാൻ എതിരല്ല. പക്ഷേ അത്രക്കും നിങ്ങൾ ദീനും കൊടുക്കണേ. എങ്കിലേ ഇപ്പോഴത്തെ കാലത്ത് നമ്മളെ മക്കൾക്ക് ദീനിയായ കോലത്തിൽ നമ്മളെ മക്കൾക്ക് ഉയരാൻ കഴിയുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു ഖബൂലാക്കി തരുമാറാവട്ടെ. ഒരുപാട് വാർത്തകൾ നമ്മൾ കാണുന്നില്ലേ? ഉമ്മാനെ കൈത്തറുക്കുന്ന മക്കൾ ജീവിക്കുന്ന കാലഘട്ടമാണ്. ഉമ്മയെ വിഷം കൊടുത്തുകൊണ്ട് കൊല്ലുന്ന കാലഘട്ടമാണ്. ഈ വിഷം എന്നുള്ളത് ഇതെൻ്റെ ഉമ്മാക്ക് വെക്കാനുള്ളതല്ല, ഇത് വേറെന്തെങ്കിലും ജീവികൾക്ക് വെക്കാനുള്ളതാണ് എന്ന ബോധമില്ലാത്തത് കൊണ്ടല്ല മുഅ്മിനീങ്ങളെ, ദീൻ അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഒരു കുട്ടിനെങ്കിലും നമ്മളൊന്ന് ആലിമീങ്ങളാക്കണേ. നമ്മളെ മക്കൾക്ക്, പെൺകുട്ടികൾക്കൊക്കെ നല്ല ദീനി വിജ്ഞാനം, ഇസ്ലാമിക രീതിയിലുള്ള അവിടെ വേഷവിധാനം എല്ലാം നമ്മളൊന്ന് ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങനെ നമ്മളെ മക്കളെ നമ്മളെ വളർത്തണേ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മളൊക്കെ ഖബൂലാക്കി തരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാണ്. അള്ളാഹു ഒരു സദസ്സിൻ്റെ ബർക്കത്തുണ്ട്. അള്ളാഹു നമ്മളൊക്കെ ആഖിറം വെളിച്ചമാക്കി തരുമാറാവട്ടെ. ആമീൻ ആമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമായ സയ്യിദായ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിലെ അല്ലാഹുവേ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയതിനെ ഖബൂലാക്കണേ. അല്ലാഹ് ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനേ. ഞങ്ങൾ പറഞ്ഞതും ഞങ്ങൾ കേട്ടതുമെല്ലാം നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു അമലായി ഞങ്ങളൊന്ന് ഖബൂലാക്കണേ റഹ്മാനേ. അല്ലാഹുവേ ഈ സദസ്സിന്റെ സവാബ് ഞങ്ങളിൽ മരണപ്പെട്ടു പോയ ഞങ്ങൾ ഉമ്മമാര്, ഉപ്പമാര്, കുടുംബക്കാരെ എല്ലാവരും അർവാഹിലേക്കും റബ്ബേ നിനക്ക് സവാബ് എത്തിക്കണേ റഹ്മാനേ. പഠിച്ചോനെ അവരൊക്കെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. ഞങ്ങളെ കൂട്ടത്തിൽ ഉമ്മയില്ലാത്തവരുണ്ട്, ഉപ്പയില്ലാത്തവരുണ്ട്, ഭാര്യയില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്. അവർക്ക് റബ്ബേ ആരുടെ മണ്ണിലാണ് അല്ലാഹ്. അവർക്ക് ഖബറിലേക്ക് ഇതിന്റെ സവാബ് എത്തിക്കണേ അല്ലാഹ്. പഠിച്ചോനെ അവരെയും ഞങ്ങളൊക്കെ നാളെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനേ. അല്ലാഹു ഇവിടെ കൂടിയ ഓരോരുത്തർക്കും റബ്ബേ ഒരുപാട് മനസ്സിൽ ഒരുപാട് ഹലാലായ മുറാദുണ്ട് റബ്ബേ. അല്ലാഹു ഈ ഒരു പ്രഭാഷണം ഓൺലൈനായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ടാകും. അല്ലാഹു അവർക്ക് ദുആക്ക് ആമീൻ പറയുന്നു റബ്ബേ. അവർ മനസ്സിലൊക്കെയുള്ള എല്ലാവരും ഹലാലായ മുറാദും റബ്ബേ അസ്സലാക്കണേ അല്ലാഹ്. വിഷമങ്ങളൊക്കെ മാറ്റണേ അല്ലാഹ്. സങ്കടങ്ങൾ തീർക്കണേ റഹ്മാനേ. അല്ലാഹുവേ
മാരകമായ രോഗങ്ങൾ ഞങ്ങൾക്ക് തരല്ല റഹ്മാനെ. ക്യാൻസർ തരല്ല റബ്ബേ, ട്യൂമർ തരല്ല അല്ലാഹ്. മനുഷ്യന്മാർ പേടിക്കുന്ന വെറുക്കുന്ന രോഗങ്ങളൊന്നും ഞങ്ങൾക്ക് തരല്ല റഹ്മാനെ. അല്ലാഹുവേ, ജീവിക്കുന്ന കാലത്തോളം റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ഒരാൾ മുമ്പിലും കൈ നീട്ടി യാചിക്കേണ്ട അവസ്ഥ തരല്ല റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ ആഫിയത്ത് മരിക്കുന്നത് റബ്ബേ നിലനിർത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ മഹല്ലത്തിൽ നല്ല ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. സന്തോഷം നൽകണേ അല്ലാഹ്. സമാധാനം നൽകണേ റഹ്മാനെ. ഇതുപോലെ റബ്ബേ ദുഹറിന് ശേഷം ഒരുപാട് ദിവസങ്ങളിലായിക്കൊണ്ട് ഇതുപോലെ ഇൽമ പറയുന്ന ഒരു സദസ്സ് റബ്ബേ ഈ മഹല്ലത്തുകാർ സംഘടിപ്പിക്കുന്ന അല്ലാഹ് നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. സന്തോഷം നൽകണേ അല്ലാഹ്. എല്ലാവിധ ഖൈറുകളും ഈ മഹല്ലത്തിൽ റബ്ബേ നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, പരിശുദ്ധമായ റമളാനിലാണ് ഞങ്ങളുള്ളത്. ഈ റമളാനിൽ ഒരുപാട് ആളുകൾക്ക് ആദ്യത്തെ പത്തില് ഒരുപാട് ആളുകൾക്ക് റബ്ബേ നീ റഹ്മത്ത് ചെയ്യുന്ന കൂട്ടത്തിൽ സാധുക്കളായി ഞങ്ങൾക്കും റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, റമളാനിൽ നിന്റെ അടുക്കല് നല്ല രീതിയിൽ സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ചേർക്കണേ റഹ്മാനെ. ഇത് ഞങ്ങൾ അവസാനത്തെ റമളാൻ ആക്കല്ലേ അല്ലാഹ്. ഒരുപാട് റമളാനിനെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹു, അവിടെ കൂടി എല്ലാവരും മനസ്സിലും ഒരുപാട് ഹലാലായ മുറാദിന്റെ റബ്ബേ നീ ആശ്രയിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, രോഗികളുണ്ടെങ്കിൽ ശിഫാ നൽകണേ റഹ്മാനെ. സായിര്യങ്ങൾ സീർന്ന തൊട്ട് കാക്കണേ അല്ലാഹ്. ആയിര്യങ്ങൾ അതിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. മുതകബ്ബിരീങ്ങൾ കിബറിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. എല്ലാവരുടെ ശർറിനെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തിനെയും സലാമത്താക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ പറ്റിയാ ഇന്ന് ഞങ്ങളിവിടെ പറഞ്ഞത്. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ റഹ്മത്താവുന്ന മഴ ഞങ്ങൾക്ക് ധാരാളം തരണേ റബ്ബേ. പല സ്ഥലങ്ങളിലും കുടിക്കാൻ വെള്ളമില്ല, കുളിക്കാൻ വെള്ളമില്ല, വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ, നിന്റെ റഹ്മത്താവുന്ന മഴ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ഔദാര്യമായി കൊണ്ട് റബ്ബേ ഞങ്ങൾക്ക് നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഇനിയും ഒരുപാട് കാര്യങ്ങൾ എണ്ണി ഞങ്ങൾക്ക് പറയാനുണ്ട്. എല്ലാം വേണ്ടതുപോലെ വേണ്ട സമയത്ത് ഖൈറിലാക്കി തരണേ റഹ്മാനെ. ഈ കൂട്ടത്തിൽ ജോലിയില്ലാത്ത ഒരുപാട് ആളുകളുണ്ടെങ്കിൽ ആർക്കെങ്കിലും ജോലിയില്ലാത്തവരുണ്ടെങ്കിൽ റബ്ബേ ലായിഖായ ജോലി കൊടുക്കണേ അല്ലാഹ്. ഉള്ള ജോലികളിൽ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഞങ്ങളെ സമ്പത്തിൽ ബറക്കത്ത് ചെയ്യണേ റബ്ബേ. ഞങ്ങളെ സമ്പത്തൊക്കെ അല്ലാഹ് രോഗം ചികിത്സിക്കാൻ വേണ്ടി ചെലവഴിക്കേണ്ട അവസ്ഥ തരല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഏറ്റെടുക്കണേ റഹ്മാനെ. പരിശുദ്ധമായ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹജ്ജും ഉംറയും ചെയ്യാതെ ഞങ്ങളെ ദുനിയാവൊന്ന് കൊണ്ടുപോകരുത് റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ എല്ലാ കാര്യത്തിലും നല്ല ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. ഞങ്ങൾ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കണേ അല്ലാഹ്. ഒരു നിമിഷം പോലും ഞങ്ങളെ കാര്യം ഞങ്ങളിലേക്ക് ഏൽപ്പിക്കരുത് റഹ്മാനെ. അല്ലാഹുവേ, അവസാനം ഞങ്ങളൊക്കെ മരിക്കേണ്ട സമയത്ത് കാമിലായ ഈമാനോടുകൂടെ ഒന്നെങ്കിൽ മക്കയിൽ വെച്ച്, അതുമില്ലെങ്കിൽ മദീനയിൽ വെച്ച്, അതൊന്നുമില്ലെങ്കിൽ ഞങ്ങളെ വീട്ടിൽ വെച്ച് നല്ല റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടെ ഒരു വെള്ളിയാഴ്ച രാവിലോ പകലിലോ നല്ല റാഹത്തോടുകൂടി റബ്ബേ കലിമ ചൊല്ലിക്കൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ റഹ്മാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا سخريا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وارحمنا بأنواع رحمتك يا أرحم الراحمين بفضله. صلى الله على محمد صلى الله عليه وسلم.
صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صلى على جميع الأنبياء والمرسلين والحمد لله رب العالمين നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്നുള്ള വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.